മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം തുടരുകയാണ് പി.വി. അൻവർ. മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരനാക്കുന്നുവെന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിലെ പ്രതികരണം ചൂണ്ടിക്കാട്ടി അൻവർ ആരോപിച്ചു. ഇന്നും നാളെയുമായി മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിൽ വിശദീകരണ യോഗം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കടുത്ത തൊണ്ടവേദനയെ തുടർന്ന് പരിപാടി അൻവർ മാറ്റിവെക്കുകയാണെന്ന് അറിയിച്ചു. ത്രോട്ട് ഇൻഫെക്ഷൻ കുറച്ച് കൂടിയതുകൊണ്ട് 2 ദിവസത്തെ മിനിമം റെസ്റ്റ് ഡോക്ടേഴ്സ് കമ്പൽസറി ആയി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 പ്രോഗ്രാമുകളും താൽക്കാലികമായി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിവെക്കുകയാണ്. നല്ലവരായ ജനങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം അടുത്ത പൊതുയോഗത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി പോസ്റ്റ് ഇടുന്നതായിരിക്കും. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അതിങ്ങനെ തീപിടിച്ച് വരികയാണ് ദിനം പ്രതി. അത് ഇനി ഇപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസിന് വേണ്ടി PM സലാം ഇന്നലെ തന്നെ അൻവർ അത് വേദിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അത് വലിയ തോതിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെ എങ്ങനെയാണ് മലപ്പുറം ഉറ്റുനോക്കുന്നത്? ഈ മുഖ്യമന്ത്രി ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണോ എന്നൊരു സംശയം ആ അഭിമുഖം വായിക്കുമ്പോൾ തോന്നുന്നു. ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇത്രയും കൂടുതൽ സ്വർണവും ഇത്രയും കൂടുതൽ കേസുകളും എടുക്കുന്നു. ഇത് രാജ്യദ്രോഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന പരാമർശം സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മുസ്ലിം സാമുദായിക സംഘടനകളും പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇതിന് മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം എന്നതുകൊണ്ട് അവിടെ നിന്നും മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് ഉള്ള ഈ സ്വർണം മലപ്പുറത്ത് പിടികൂടുമ്പോൾ അത് മലപ്പുറത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഗൗരവതരമായിട്ട് ഉയരുന്നത്. അതായത് മലപ്പുറം ജില്ലയാണ് ഈ സ്വർണ്ണക്കടത്തിന്റെയും ഈ ഹവാലപ്പണത്തിന്റെയും എല്ലാം കേന്ദ്രം എന്ന തരത്തിൽ ഒരു പ്രതീതി ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകുവാൻ ഈ ഒരു പ്രസ്താവന കൊണ്ട് കഴിയുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതൊരു പരിധിവരെ ശരി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം മലപ്പുറം ഈ ജില്ലയിലാണെങ്കിലും കരിപ്പൂരിൽ പിടികൂടുന്ന സ്വർണം ഇത് കൊണ്ടുവരുന്നതിൽ ഭൂരിഭാഗം പേരും മലപ്പുറം ജില്ലക്കാരല്ല. അതിൽ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും പാലക്കാടും ഒക്കെ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൊണ്ടുപോകുന്നത് എവിടേക്ക് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത്തരത്തിൽ ഈ കൊണ്ടുവരുന്ന ആളുകളുടെ സ്ഥലവും ഈ പിടികൂടുന്ന സ്ഥലവും മാത്രം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തിന്റെ ആ ഒരു പ്രധാന കേന്ദ്രം മലപ്പുറമാണെന്ന സന്ദേശം നൽകുന്ന പ്രസ്താവനകൾ അത് മലപ്പുറത്തെ മുഴുവനായിട്ടും അപമാനിക്കുന്നതാണ്. മലപ്പുറത്തെ പൂർണ്ണമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി ഹബ്ബായി മാറ്റുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നതാണ് എന്ന ആക്ഷേപം അത് ഇതുവരെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവർ പോലും വലിയ പരാതിയായിട്ട് വരുമ്പോൾ ഇതിലെന്താണ് ഇനി ഇടതുപക്ഷത്തിന് പറയാനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, പി.വി. അൻവർ ഇതിനോടകം തന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത്, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ വിമർശനങ്ങളും ഉള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ തന്നെ മുതലക്കുളത്ത് ഈ കാര്യം തുറന്നടിച്ചു കഴിഞ്ഞു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇതേ നിലപാടുമായും രംഗത്തെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇതിൽ വിശദീകരണങ്ങൾ കൂടുതൽ നൽകാൻ സാധ്യതയുണ്ടോ? ഇടതുപക്ഷത്തിന്റെ മറ്റു നേതാക്കൾ എന്താണ് ഇതിൽ പറയാനുള്ളത്? മലപ്പുറം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് എന്ന സന്ദേശം നൽകുമ്പോൾ അതിന് രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു. പ്രത്യേകിച്ച് അൻവർ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഇത്തരത്തിലൊരു അഭിമുഖം നൽകുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്. അത് RSSനെ പ്രീണിപ്പിക്കാനാണ് എന്ന തരത്തിൽ തന്നെയാണ് അൻവർ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ഇതേ ആക്ഷേപം യൂത്ത് ലീഗും മുസ്ലിം ലീഗും എല്ലാം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ RSSുമായി ചേർത്ത് വെച്ച് ഇപ്പോൾ അൻവർ നടത്തുന്ന വിമർശനങ്ങൾക്ക് കൂടുതൽ മൂർച്ച നൽകുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം തീർത്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. എന്താണെങ്കിലും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. യൂത്ത് ലീഗ് എല്ലാ പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ഇതിലൊരു വിശദീകരണം അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തത വരുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും മലപ്പുറം ഇത്തരം ഒരു ഹവാല സ്വർണ്ണക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അത് സ്വാഭാവികമായിട്ടും ഇത്രയും കാലം BJP RSS ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപങ്ങൾക്ക് സഹായം നൽകുന്നതാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എൽദോ.
റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ്, ഇനി മറ്റൊരു കാര്യം, ഈ PV അൻവർ ഇപ്പോൾ ഇന്ന് നടത്താനിരുന്ന പരിപാടികളൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു പ്രതികരണം കൂടി വേണം. കാരണം വലിയ കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ് ഓരോ ദിവസത്തെയും അൻവറിന്റെ ഈ പൊതുയോഗങ്ങളും ജനങ്ങൾക്ക് മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളുമൊക്കെ. ഈ പൂർണ്ണമായും ശാരീരിക അസ്വസ്ഥത കൊണ്ട് മാത്രം തന്നെ മാറ്റിവെച്ചതാണ് എന്ന് കരുതാല്ലേ? തീർച്ചയായും അദ്ദേഹം ഇന്നലെ ഏറെ വൈകിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കടുത്ത ശാരീരിക അസ്വസ്ഥത, തൊണ്ട വേദന ഇത് കാരണമാണ് മാറ്റിവെക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഏറനാട് മണ്ഡലത്തിലെ അരീക്കോടും നാളെ മഞ്ചേരിയിലുമാണ് അദ്ദേഹത്തിന്റെ പൊതുയോഗം നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റന്നാൾ വേങ്ങരയും. ഈ രണ്ട് പരിപാടികൾ മാറ്റിയതായിട്ടാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. പക്ഷേ നമ്മൾ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുമോ എന്ന് തേടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ PV അൻവറിന്റെ പിന്നിൽ വെൽഫെയർ പാർട്ടിയും SDPയും പോലെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്ന് ഗുരുതരമായ ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തനിക്കെതിരെ ഉയർന്ന CPMന്റെ തന്നെ ഉന്നത നേതാക്കളിൽ നിന്നും വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമ്മൾ രാവിലെ തന്നെ ശ്രമിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ ആണ് എന്നുള്ളത് അനുസരിച്ചായിരിക്കും പ്രതികരണത്തിന്റെ സാധ്യതകൾ. എന്താണെങ്കിലും ഒരു പൊതുപ്രസംഗത്തിന് കഴിയില്ലെങ്കിൽ പോലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതാണെങ്കിലും ഒരു 9 മണിയോടെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അനുമോദ്, ഒന്ന് തുടരുക. എന്തായാലും PV അൻവറിന് ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രയോ മണിക്കൂറുകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പൊതുവേദിയിൽ സംസാരിച്ചത്. സ്വാഭാവികമാണ് എന്നുള്ളത് കൂടിയാണ് അതെടുത്ത് പറയേണ്ടത്. KT ജലീലിന്റെ പുസ്തകം